ഡോളർ ക്ലബിലേക്ക് സൂട്ടോപ്പിയ 2. വെറും 17 ദിവസം കൊണ്ടാണ് $1 ബില്യൺ കളക്ഷൻ എന്ന നേട്ടം ഈ ഡിസ്നി ആനിമേഷൻ ചിത്രം സ്വന്തമാക്കിയത്. ഈ വർഷം ബില്യൺ നേട്ടത്തിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ ഹോളിവുഡ് ചിത്രമാണ് സൂട്ടോപ്പിയ 2. ഹോളിവുഡ് സിനിമയാണെങ്കിലും പകുതിയിലേറെ കളക്ഷൻ വന്നത് അങ്ങ് ചൈനയിൽ നിന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം. 2016 റിലീസ് ചെയ്ത സൂട്ടോപ്പിയയുടെ രണ്ടാം ഭാഗമാണ് 9 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്ത സൂട്ടോപ്പിയ 2. മികച്ച ആനിമേഷൻ ചിത്രത്തിനുള്ള ഓസ്കർ പുരസ്കാരം നേടിയ സിനിമ ആ വർഷത്തെ $1 ബില്യൺ ക്ലബിലും ഇടം പിടിച്ചിരുന്നു. സൂട്ടോപ്പിയ നഗരത്തിലുള്ള ജൂഡി ഹോബ്സ് എന്ന മുയലിന്റെയും നിക് വൈൽഡ് എന്ന കുറുക്കന്റെയും അഡ്വഞ്ചേഴ്സ് ആണ് സൂട്ടോപ്പിയ എന്ന ആനിമേഷൻ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ഗസേൽ എന്ന കഥാപാത്രമായി സൂട്ടോപ്പിയയിലെത്തിയ പോപ്പ് താരം ഷക്കീറ രണ്ടാം ഭാഗത്തിൽ തിരിച്ചെത്തുന്നുണ്ട്. പുതിയ സിനിമയിൽ ഗസ്റ്റ് റോളിൽ എഡ് ഷീറൻ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഷക്കീറയും എഡ് ഷീറനും ചിത്രത്തിന് വേണ്ടി സൂ എന്ന പേരിൽ ഒരു ഒറിജിനൽ സോങ്ങും ഒരുക്കിയിട്ടുണ്ട്. ജെന്നിഫർ ഗുഡ്വിൻ, ജേസൺ ബേറ്റ്മാൻ, ഇദ്രിസ് ആൽബ തുടങ്ങിയ ഹോളിവുഡ് ആക്ടേഴ്സ് ആണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നത്. ഡിസ്നിയുടെ തന്നെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനായ ലീലോ ആൻഡ് സ്റ്റിച്ചിന് ശേഷം $1 ബില്യൺ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ഹോളിവുഡ് സിനിമയാണ് സൂട്ടോപ്പിയ 2. എന്നാൽ ഈ വർഷം പുറത്തിറങ്ങിയ ചൈനീസ് ചിത്രം നീഷ 2 ആണ് ആഗോളതലത്തിൽ $2 ബില്യൺ നേടി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറിയത്. ചൈനയിൽ നിന്നുള്ള $500 മില്യൺ കളക്ഷൻ തന്നെയാണ് സൂട്ടോപ്പിയ 2വിനെ ഈ നേട്ടത്തിലെത്തിക്കാൻ സഹായിച്ചത് എന്ന് പറയാൻ പറ്റും. ഹോളിവുഡ് സിനിമകൾ ചൈനയിൽ റിലീസ് ചെയ്യുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. സൂട്ടോപ്പിയ 1 ചൈനയിൽ ജനപ്രിയമായിരുന്നു. പിന്നാലെ ഷാങ്ഹായ് ഡിസ്നിലാൻഡിൽ സൂട്ടോപ്പിയ തീം പാർക്ക് കൂടി തുറന്നതോടെ ആ പോപ്പുലാരിറ്റി വർദ്ധിച്ചു. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരുന്ന ഹോളിവുഡ് ചിത്രമാണ് സൂട്ടോപ്പിയ 2. ആദ്യമായാണ് പേരന്റൽ ഗൈഡൻസോടുകൂടി കുട്ടികൾക്ക് കാണാൻ പറ്റിയ PG റേറ്റിംഗ് ഉള്ള ഒരു ചിത്രം 17 എന്ന ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു ബില്യൺ നേട്ടത്തിലെത്തുന്നത്. ഇക്കൊല്ലത്തെ ഗോൾഡൻ ഗ്ലോബ്സ് അവാർഡ്സിൽ മികച്ച ആനിമേഷൻ ചിത്രത്തിനുള്ള നോമിനേഷനും ചിത്രം നേടിയിട്ടുണ്ട്. OTTയും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുമുള്ള ഇക്കാലത്ത് തിയേറ്ററുകളിൽ ഒരു ചിത്രം $1 ബില്യൺ വരുമാനം നേടുന്നു എന്ന് തന്നെ വലിയ കാര്യം. അപ്പോൾ സൂട്ടോപ്പിയ 2വിന് ഈ നേട്ടം കൈവരിച്ചത് ഒരു വലിയ കാര്യം തന്നെയല്ലേ?